അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഈ യുവാക്കൾ എന്ന സിനിമയുടെ സംവിധായകൻ മനോഹർ, വേദിയിലിരിക്കുന്ന റഫീഖ് ചൊക്ലി ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സിനിമ സീരിയൽ താരം ബാലൻ മന്നാടിയർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഒരു സിനിമയുടെ അതിൻ്റെ പാക്കപ്പ് എന്താ പറയുക, പാക്കപ്പ് ശർമ്മണി, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ അതതിൻ്റെ പാക്കപ്പ് വരെ എത്തിക്കണമെങ്കിൽ അതിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ വളരെ വലുതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് യുവാക്കൾ എന്ന സിനിമ. അതിൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ, ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സിനിമ നിർമ്മിക്കുമ്പോൾ അതിന് വളരെ ചുരുങ്ങിയ ഒരു തുകയാണ് നമുക്ക് ചിലവാക്കേണ്ടതായി വരുന്നത്. അത് തന്നെ നമ്മുടെ ഒരു സിനിമയുടെ വിജയത്തിന് വലിയൊരു കാരണമായി തീരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂരിൽ നിരവധിയായ സിനിമാ നടന്മാരും സംവിധായകരും ഉള്ള ഒരു നാടാണ്. ജയറാം ഉൾപ്പെടെയുള്ള നിരവധി സിനിമാ സംവിധായകർ, മമ്മി സെഞ്ചുറി ഉൾപ്പെടെയുള്ള സംവിധായകർ ഉള്ളൊരു നാടാണ് പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കാൻ പ്രേരിപ്പിച്ച ഇതിൻ്റെ അണിയര പ്രവർത്തകരെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ തുടക്കം നിങ്ങൾക്ക് വീണ്ടും നല്ല രീതിയിലേക്ക് നല്ല ഒരുപാട് സിനിമകൾ എടുക്കാൻ ഒരു പ്രചോദനമായി തീരും. നിങ്ങളെക്കൊണ്ടുള്ള ആളുകൾ അതിന് മുന്നിട്ടിറങ്ങിയാൽ അത് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണം. അതിൻ്റെ തെളിവ് തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നമ്മുടെ പെരുമാറെ സംബന്ധിച്ചോളം ഞാൻ സൂചിപ്പിച്ചു, ജയറാമും ഉൾപ്പെടെ നിരവധിയായ സിനിമാ നടന്മാരുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാവരും ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന യുവാക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്ന ഭൂരിപക്ഷം ആളുകൾ പുതിയ ആളുകളാണ്. റഫീഖ് ചൊക്ലി ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകളാണ് പഴയ ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നിരുന്നാലും ഈ പടം വലിയ ഒരു വിജയമായി തീരണം, ഇതൊരു പ്രചോദനമായി തീരണം, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി തീരാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള നിരവധി സിനിമകൾ നിങ്ങളുടെ പ്രയത്നഫലമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ ക്ലോസിംഗ് സെറമണി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Okay, thank you, sir.